യൂണിവേഴ്സിറ്റി സെം 2-ലെ ഇംഗ്ലീഷ് ഇഷ്യൂസ് ദാറ്റ് മാറ്ററിലെ ലെസൺ 1 ദി അൺസറണ്ടേഡ് പീപ്പിൾ എന്ന പാഠത്തിലെ കെൻസാബുറയുടെ ലേഖനത്തിലെ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് വുഡ് ഹാവ് മെയ്ഡ് ദ ടഫസ്റ്റ് മൈൻഡ്സ് പോസ്റ്റ്പോൺ ദി ഡ്രോപ്പിംഗ് ഓഫ് ആൻ ആറ്റമിക് ബോംബ്? ഏറ്റവും കഠിന ഹൃദയർ പോലും ആറ്റം ബോംബ് വർഷിക്കുന്നതിനെ ഭാവിയിലൊരു ദിവസത്തേക്ക് നീട്ടിവയ്ക്കപ്പെടുമായിരുന്നു, എങ്ങനെയായിരുന്നു എങ്കിൽ എന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നു, ജപ്പാനിലായതുകൊണ്ട് മാത്രമാണ് അവർ അതിന് ധൈര്യപ്പെട്ടത്, അതിന് മുതിർന്നത്. കോങ്കോയില്, ആഫ്രിക്കയിലെ കോങ്കോയിലെ ലിയോപോൾഡ് വില്ലയിലായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ചെയ്യില്ലായിരുന്നു. ഇനിയൊരു ഡേറ്റ് നിശ്ചയിക്കാതെ എന്നേക്കുമായി ആ പദ്ധതി തന്നെ അവർ മാറ്റിവെച്ചതിനെ, പോസ്റ്റ്പോൺ ചെയ്തതിനെ. If the atomic bombing had been scheduled to be dropped in Leopoldville, Congo, instead of Hiroshima, ഹിരോഷിമയ്ക്ക് പകരമായി കോങ്കോയിലെ ലിയോപോൾഡ് വില്ലയിലായിരുന്നു ആറ്റോമിക് ബോംബിംഗ് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നെങ്കിൽ, ഡേറ്റ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ, ഷെഡ്യൂൾ ചെയ്തിരുന്നത് എങ്കിൽ, all the people would have been doomed to death with no survivors. സകല മനുഷ്യരും ഒരു ആൾ പോലും അതിജീവിക്കാൻ ബാക്കിയില്ലാതെ മരണത്തിലേക്ക് വിധിക്കപ്പെടുമായിരുന്നു. doomed to death. This would have been a shocking scenario even to the toughest minds. ഇത് ഏറ്റവും കഠിന ഹൃദയരായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു ഷോക്കിംഗ് സെനാറിയോ ആയി തീർന്നേനെ എന്ന് പറയുകയാണ്. The fact that all the people would die either by the bomb, ഒന്നല്ലെങ്കിൽ ബോംബ് കൊണ്ട് എല്ലാവരും മരിക്കുമെന്ന വസ്തുതയാണ് അതിന് കാരണം. അല്ലെങ്കിൽ or the after effects of it, ബോംബ് കൊണ്ട് അന്നേരം മരിച്ചില്ലെങ്കിലും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, പകർച്ചവ്യാധികൾ കൊണ്ട്, പട്ടിണി മരണങ്ങൾ കൊണ്ട്, ഭീകരത കൊണ്ട്, അവിടെ ചികിത്സിക്കാൻ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട്, അതിനെ പ്രതിരോധിക്കാൻ ത്രാണിയില്ലാത്ത മനുഷ്യരാണ് കോങ്കോയിലുള്ളത് എന്നതുകൊണ്ട് ഒക്കെ എല്ലാവരും പൂർണ്ണമായി നശിച്ചൊടുങ്ങുമായിരുന്നു. would have caused a postponement of the bombing in Leopoldville without even setting a future date. The recovery and rebuilding that followed in Hiroshima, ഹിരോഷിമയിൽ അതിനെ തുടർന്നുണ്ടായ റിക്കവറി അല്ലെങ്കിൽ റീബിൽഡിംഗ് lessened the burden of guilt, അപരാധബോധത്തെ കുറയ്ക്കുമായിരുന്നു. on the minds of those who dropped the atomic bomb, ആറ്റം ബോംബ് വർഷിച്ച ആളുകളുടെ മനസ്സിന്റെ ഭാരത്തെ കുറയ്ക്കുമായിരുന്നു എന്ന്. ഇതാണ് ആ പറഞ്ഞ ചോദ്യത്തിന്റെ അർത്ഥം. ഇവിടെ കാണുന്നത് എനോളാകെ എന്ന വിമാനം, ആ വിമാനം പറപ്പിച്ച വൈമാനികര്. ഈ എനോളാകെ എന്ന വിമാനമാണ് ലിറ്റിൽ ബോയ് എന്ന ആറ്റമിക് ബോംബ് ഹിരോഷിമയിൽ വർഷിച്ചത്. അതില് ഈ ചിത്രത്തിൽ നടുക്ക് നിൽക്കുന്നയാള് പോൾ ടിബറ്റ് ആണ്. അദ്ദേഹത്തോടൊപ്പം 6 മറ്റു ഗ്രൗണ്ട് ക്രൂ ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇരുവശത്തുമായി 3 പേരുമായി നിൽക്കുന്നു. ഈ പോൾ ടിബറ്റിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമാണ് ഹിരോഷിമയിലെ ബോംബ് വർഷം നടത്തിയത്. മറ്റൊരു ചോദ്യം: ഡിസ്ക്രൈബ് ദ സെനാറിയോ ഓഫ് ദി സപ്പോസ്ഡ് ഡ്രോപ്പിംഗ് ഓഫ് ആൻ ആറ്റമിക് ബോംബ് ഓൺ ലിയോപോൾഡ് വില്ലയിലായിരുന്നു ഈ ആറ്റമിക് ബോംബ് വർഷം ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. അവിടെ സംഭവിക്കുമായിരുന്ന ഒരു പശ്ചാത്തലം എന്തായിരിക്കുമെന്ന് സാങ്കല്പികമായി പറയാമോ, വിവരിക്കാമോ? സപ്പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സ്ഥലം അതായിരുന്നുവെങ്കിൽ. If the atomic bomb had been dropped on the Leopoldville instead of Hiroshima, ആഫ്രിക്കയിലെ കോങ്കോയിലെ ലിയോപോൾഡ്വില്ലയിലാണ് ഹിരോഷിമയ്ക്ക് പകരമായി ഈ ആറ്റമിക് ബോംബ് വർഷിക്കപ്പെട്ടിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും a huge number of people would have died instantly. ഒത്തിരി ആൾക്കാര് ഞൊടി നേരം കൊണ്ട് അവിടെ മരിച്ചൊടുങ്ങുമായിരുന്നു. wounded survivors would have died over a period of months. പിന്നെ പരിക്ക് പറ്റിയ അതിജീവിതര്, സർവൈവേഴ്സ്, അവരും മരിക്കുമായിരുന്നു തുടർന്ന് വന്ന ഒരു ഏതാനും മാസങ്ങളുടെ കാലയളവുകൾക്കുള്ളിൽ. എപ്പിഡമിക്സ് ആൻഡ് പെസ്റ്റ് വുഡ് ഹാവ് സ്പ്രെഡ് among the survivors. പകർച്ചവ്യാധികൾ, അതാണ് എപ്പിഡമിക്സ്. ആൻഡ് പെസ്റ്റ് എന്ന് വെച്ചാൽ കീടങ്ങള്, പ്രാണികള് ഒക്കെ അവിടെ എങ്ങും വ്യാപിക്കുമായിരുന്നു ഈ അതിജീവിതരുടെ മേൽ. The city would have become a wasteland.
നഗരം ഒരു പാഴ്ഭൂമിയായി തീരുമായിരുന്നു. വിത്ത് നോ വൺ ടു ഡിസ്പോസ് ഓഫ് ദ ഡെഡ്. മൃതരായ മനുഷ്യരെ അടക്കം ചെയ്യാൻ ആരുമില്ലാതെ. ദോസ് ഹു അറൈവ്ഡ് ലേറ്റർ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഡാമേജ്. ഈ നഷ്ടങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആളുകൾ വുഡ് ഹാവ് ലെഫ്റ്റ് വിത്ത് ഹൊറിബിൾ നോസിയ. ഭീകരമായ മനംപുരട്ടൽ കൊണ്ട് അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോകുമായിരുന്നു. അവർ അവിടെ നിന്ന് ഉടൻ സ്ഥലം കാലിയാക്കുമായിരുന്നു. അമേരിക്കൻ ഡോക്ടർമാരാണെങ്കിലും യുദ്ധതന്ത്രജ്ഞന്മാരാണെങ്കിലും തങ്ങൾ വർഷിച്ച ബോംബിന്റെ പ്രത്യാഘാതം ഒന്ന് നേരിട്ട് നോക്കിക്കണ്ട് സൂപ്പർവൈസ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് വന്നാൽ പോലും അവർ മനംപുരട്ടൽ കൊണ്ട്, ഭീകര അവസ്ഥ കൊണ്ട് അവർ തിരിച്ചോടിപ്പോയി കളയുമായിരുന്നു. സം ഓഫ് ദം വുഡ് നെവർ അഗെയിൻ ബി ദ സെയിം. അവരിൽ പലരും പിന്നെ ഒരിക്കലും പഴയപടി ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് കഴിയുകയില്ലായിരുന്നു. അത് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മാനസികാഘാതം അത്രയ്ക്ക് വലുതായിരിക്കുമെന്നാണ് കെൻസബറോയെ തന്റെ ലേഖനത്തിൽ പറയുക. The whole city would have been rendered deadly. നഗരം മുഴുവനും മാരകമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുമായിരുന്നു. Such a scene would have been seen as shocking to even the toughest minds. അത്തരമൊരു രംഗം ഏറ്റവും കഠിന മനസ്സുകളിൽ പോലും ഞെട്ടലുണ്ടാക്കുമായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡസ് ഒയെ കമ്പയർ ദ ബിബ്ലിക്കൽ ഡെലൂജ് ഓഫ് നോഹ് ടു ദി ആറ്റമിക് ബോംബിംഗ് ഓഫ് ഹിരോഷിമ? ഹിരോഷിമയിലെ ആറ്റമിക് ബോംബിങ്ങിനോട് കെൻസബറ ഒയെ എങ്ങനെയാണ് ബൈബിളിലെ പ്രളയത്തോട്, ഡെലൂജ് എന്ന് പറഞ്ഞ ഇവിടെ പ്രളയം, മഹാപ്രളയം, 40 രാവും 40 പകലും നീണ്ടു നിന്ന പ്രളയം, ദൈവം ദുഷ്ടരായ മനുഷ്യരെ ഇല്ലാത്തനെയും ഇല്ലായ്മ ചെയ്യാനും നല്ല മനുഷ്യനായ നോഹിനെയും കുടുംബത്തെയും കുറെ ജീവജാലങ്ങളെയും മാത്രം ശേഷിപ്പിക്കാനും വേണ്ടി മാത്രം നടത്തിയ പ്രളയം. ആ ബിബ്ലിക്കൽ സ്റ്റോറിയിലെ ഡെലൂജിനെ പോലെ നമുക്ക് ഇവിടെ ഈ ഹിരോഷിമ ബോംബിങ്ങിനെ കമ്പയർ ചെയ്യേണ്ടത് എന്തിന് എന്നാണ് ചോദ്യം. Oye states that the atomic bombing of Hiroshima was probably the worst deluge in the 20th century history. 20ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തില് ഈ ആറ്റമിക് ബോംബ് ഒരുപക്ഷെ മിക്കവാറും അങ്ങനെ ആയി മാറുമായിരുന്നു എന്ന് പറയാൻ. പ്രോബബ്ലി, വുഡ് ഹാവ് പ്രോബബ്ലി, വേഴ്സ്റ്റ് ഡെലൂജായി, ഏറ്റവും മോശകരമായ, ബാഡ് വേഴ്സ് വേഴ്സ്റ്റ്, ബാഡിന്റെ 3ാമത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരുന്നത്. വേഴ്സ്റ്റ് ഡെലൂജ് ആകുമായിരുന്നു 20ാം നൂറ്റാണ്ടിലെ ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ വെച്ച്. Oye compares the flood of Hiroshima to the flood in Noah's times. നോഹിന്റെ കാലത്തെ ഫ്ലഡിനോടാണ് ഒയെ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. മറ്റൊരു കാര്യം പറയുന്നു, ഇൻ ദ ബിബ്ലിക്കൽ സ്റ്റോറി, ബൈബിൾ കഥയിൽ, ആഫ്റ്റർ ദ റെയിൻസ് ഓഫ് 40 days and nights, 40 രാവും 40 പകലും മഴ പെയ്തതിനു ശേഷം, ഗോഡ് എൻട്രസ്റ്റഡ് നോഹ് വിത്ത് ദ ടാസ്ക് ഓഫ് റീബിൽഡിംഗ് എ സൊസൈറ്റി. ഒരു സമൂഹത്തെ മുഴുവനും പുനഃസൃഷ്ടിക്കുവാൻ ഉള്ള ഉത്തരവാദിത്തം ദൈവമേൽപ്പിച്ചത് നോഹിനെ ആയിരുന്നു. ടാസ്ക് ഓഫ് റീബിൽഡിംഗ് ദ സൊസൈറ്റി. ഇൻ ഹിരോഷിമ ദ പീപ്പിൾ ഓൾസോ അറ്റംപ്റ്റഡ് ടു റീബിൽഡ് ദെയർ ലൈഫ്സ്. ഹിരോഷിമയിലെ ആളുകള് അവരുടെ ജീവിതങ്ങള് റീബിൽഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഫോളോയിങ് ദ ആറ്റമിക് ബോംബ്. ആറ്റോമിക് ബോംബ് വർഷിച്ചതിനെ തുടർന്നാണ് ഈ ശ്രമങ്ങളൊക്കെ അവർ നടത്തിയത്. സിൻസ് നോഹ് ഹാഡ് ബീൻ എ ബാലൻസ്ഡ് മാൻ, നോഹ ഒരു ബാലൻസ്ഡ് മാൻ ആയതിനാൽ ഹി വാസ് ഏബിൾ ടു ക്യാരി ഔട്ട് ദ ടാസ്ക് എൻട്രസ്റ്റഡ് ടു ഹിം. നോഹിനെ ഏൽപ്പിച്ചിരുന്ന ആ കാര്യം നിർവഹിക്കുവാൻ നോഹിനെ കൊണ്ട് കഴിഞ്ഞു. സിമിലർലി ഇൻ ഹിരോഷിമ, അതുപോലെ തന്നെ ഹിരോഷിമയിലും ദ പീപ്പിൾ ഓഫ് ജപ്പാൻ അറ്റംപ്റ്റഡ് ടു റീകൺസ്ട്രക്ട് ദെയർ ലൈഫ്സ്. ജപ്പാനിലെ ജനതയും അവരുടെ ജീവിതങ്ങളെ പുതുക്കിയെടുക്കുവാൻ, പുനഃസൃഷ്ടിക്കുവാൻ അവരും റീബിൽഡ് ചെയ്യുവാൻ ശ്രമിച്ചു. എന്തുകൊണ്ട്? ജാപ്പനീസ് ജനതയും നോഹിനെ പോലെ ബാലൻസ്ഡ് ആയിരുന്നത് കൊണ്ട്. ബട്ട് അൺലൈക്ക് ദ ബിബ്ലിക്കൽ ഡെലൂജ് വിച്ച് റിസൈഡഡ്, നോക്കൂ, പക്ഷേ ഒത്തിരി വ്യത്യാസമുണ്ട്. ബൈബിളിലെ പ്രളയം സാവധാനത്തിൽ വെള്ളമിറങ്ങി ഒഴിഞ്ഞില്ലാതായി പോയതുപോലെ അല്ല ഇവിടത്തെ കഥ. ഒയെ സൈസ് ദാറ്റ് ദ ഫ്ലഡ് ഓഫ് ഹിരോഷിമ ഫ്രോസ് ഓവർ. ഹിരോഷിമയിലുണ്ടായ ആ ആണവ പ്രളയമുണ്ടല്ലോ, ആ ആറ്റം ബോംബിന്റെ പ്രളയമുണ്ടല്ലോ, അത് തണുത്തുറഞ്ഞ് കട്ടിയായി എല്ലായിടത്തും വ്യാപിച്ചു. വൺ കനോട്ട് ടെൽ വെൻ ദിസ് ഫ്രോസൺ ഫ്ലഡ്, ഈ തണുത്തുറഞ്ഞ് കട്ടിയായ ആ ജലമുണ്ടല്ലോ, വിൽ തൗ ആൻഡ് ഫ്ലോ അവേ, അത് ഒഴിഞ്ഞില്ലാതായി തിരിച്ചൊഴുകി ഇറങ്ങുമെന്ന് ആർക്കും അറിയില്ല.
തലമുറകളായി അതിൻ്റെ റേഡിയേഷനും അതിൻ്റെ ക്യാൻസറും അതിൻ്റെ അനന്തരഫലങ്ങളും പേറിക്കൊണ്ടേയിരിക്കുകയാണ്. നോഹിന്റെ പ്രളയത്തിലെ പോലെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വെള്ളമിറങ്ങി ഒഴിഞ്ഞു പോയതുപോലെയല്ല. ആറാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ക്യാൻസർ ഓഫ് ദ 20th century അക്കോർഡിംഗ് ടു ഒയയുടെ അഭിപ്രായത്തിൽ 20ാം നൂറ്റാണ്ടിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ എന്താണ്? അക്കോർഡിംഗ് ടു ഒയെ, ദി ക്യാൻസർ ഓഫ് ദ 20th century, 20ാം നൂറ്റാണ്ടിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ഈസ് ദ പൊസഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ബൈ വേരിയസ് നേഷൻസ്. പല രാജ്യങ്ങൾ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നു എന്നത് തന്നെയാണ് 20ാം നൂറ്റാണ്ടിന്റെ ക്യാൻസർ. ഫോർ ദിസ് പൊസഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ബൈ വേരിയസ് നേഷൻസ്, ആണവായുധങ്ങൾ പല രാജ്യങ്ങൾ കൈവശം വയ്ക്കുന്നത് കൊണ്ട് ദർ ഈസ് നോൺ ക്യൂർ, നമുക്കറിയാവുന്ന ഒരു പരിഹാരമില്ല. വെരി സിമിലർ ടു ക്യാൻസർ, ക്യാൻസറിനോട് സാമ്യമുള്ളത് തന്നെയാണ് ഇതും. ദ സോൾസ് വിച്ച് വെയർ സാൽവേജ്ഡ് ഇൻ ഹിരോഷിമ, അതായത് ഹിരോഷിമയിൽ പാഴായിപ്പോയ ആത്മാക്കളുണ്ടല്ലോ, ബൈ ദ പീപ്പിൾ ഓഫ് ജപ്പാൻ, ജപ്പാനിലെ മനുഷ്യരാല്, ക്യാൻ ബി സീൻ ആസ് ദ സോൾസ് സാൽവേജ്ഡ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ടുഡേ. അവിടെ ബാക്കി ശേഷിച്ച മനുഷ്യരെന്ന് പറയുന്നത്, ജപ്പാനിലെ ജനതയാൽ രക്ഷിക്കപ്പെട്ട ബാക്കി മനുഷ്യരെന്ന് പറയുന്നത് ക്യാൻ ബി സീൻ ആസ് ദ സോൾസ് സാൽവേജ്ഡ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ടുഡേ. നമ്മൾ ഇന്നിരിക്കുന്ന എല്ലാ മനുഷ്യരാലും അവശേഷിപ്പിച്ച സാൽവേജരായ മനുഷ്യരാണ്, അവരുടെ ആത്മാക്കൾക്ക് തുല്യമാണ് എന്ന് പറയേണ്ടി വരും.